Hi friends, welcome to our Veggie World. अच्छा इन्ना हम लोग उपेरी वरका अब നമുക്ക് ഇന്ന് വറുത്താലോ വരക്കാം അപ്പോൾ നമുക്ക് ഒരു ടിസ്റ്റ് നമുക്ക് ഇന്ന് മുത്തശ്ശിയെ കൊണ്ട് ഉപ്പേരി വറപ്പിക്കാം ഡൺ ഓക്കേ ഓക്കേ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ല താനും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല നല്ലവരല്ലാതെ. അപ്പോൾ നമ്മളിവിടെ കായ വറക്കാൻ വേണ്ടിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചേക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിവിടെ ഏകദേശം ഒരു 2 കിലോളം കായാണ് എടുത്തേക്കുന്നത്. 1 കിലോ ശർക്കര ഉപ്പേരിയും 1 കിലോ വറുത്തുപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കായൊക്കെ വറക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ വറക്കാം. അങ്ങനെ പെട്ടെന്ന് കേടായി പോകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 4 മണി സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 കിലോയാണ് വറക്കുന്നത്. 1 കിലോ ശർക്കര ഉപ്പേരിയും 1 കിലോ വറുത്തുപ്പേരിയും. നമ്മൾ കായയുടെ കറ പോവാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മഞ്ഞപ്പൊടി കലർത്തിയ വെള്ളത്തിൽ കായ കുറച്ചു നേരം ഇട്ട് വെക്കുകയാണ്. ഇതിപ്പോ 2-നുള്ള കായുണ്ട്, ശർക്കര ഉപ്പേരിക്കും അതുപോലെ തന്നെ നമ്മുടെ 4 കീറിയുള്ള ഉപ്പേരിക്കും. മഞ്ഞപ്പൊടി വെള്ളത്തിൽ നിന്ന് എടുത്ത കായയാണിത്. നമ്മളിത് നുറുക്കാൻ പോവാണ്. നമ്മൾ ആദ്യം നുറുക്കുന്നത് ശർക്കര ഉപ്പേരിക്കാണ്. ശർക്കര ഉപ്പേരിക്ക് നമ്മൾ നുറുക്കുമ്പോൾ കുറച്ച് കനം കൂട്ടിയിട്ടാണ് കായ നുറുക്കണത്. അപ്പൊ നിങ്ങൾ കണ്ടോളൂ നുറുക്കണത്. അമ്മ ഭയങ്കര എക്സ്പെർട്ടാണ് ശർക്കര ഉപ്പേരി. ശർക്കര ഉപ്പേരിക്ക് കായ നുറുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് നെടുകെ 2ആയിട്ട് കീറുന്നു. അതിനുശേഷം അല്പം കനം കൂട്ടിയിട്ടാണ് നമ്മൾ നുറുക്കണത്. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം നമ്മൾ ശർക്കര ഉപ്പേരിക്ക് കായ നുറുക്കുമ്പോൾ നുറുക്കാനായിട്ട്. പിന്നെ കായ നുറുക്കുമ്പോൾ എപ്പോഴും കയ്യിൽ കുറേശ്ശെ കറയൊക്കെ പറ്റും. നമ്മൾ എത്ര മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടാലും കയ്യിൽ ഇതുപോലെ കറയൊക്കെ പറ്റും. എന്നാലും കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ടൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ പോവാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഓട്ടുരുളി അടുപ്പത്ത് കയറ്റി നമ്മളിവിടെ 1 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. വെളിച്ചെണ്ണയുടെ ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ മുങ്ങാനുള്ള വെളിച്ചെണ്ണ, അതാണ് അതിന്റെ ഒരു കണക്ക്. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉപ്പേരിക്കുള്ള കായാണ് വറുത്തെടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇട്ട പാട് നമ്മൾ ഇത് ഇളക്കാൻ പാടില്ല. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായ കട്ട കുത്താനായിട്ട് സാധ്യതയുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ, പതയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊരു പാകം എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരും. പിന്നെ ഒരു കരികരിപ്പ് ഇങ്ങനെ നമ്മള് കണ്ണാപ്പിലിട്ട് ഇങ്ങനെ ഒരു കിടുക്കം വരും അല്ലേ? ഓക്കെ. ഇത് മൂക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അതാണ് പറയണത് ഇപ്പൊ അമ്മ. അതായത് നമ്മളിത് കണ്ണാപ്പയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കിളിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ കുറച്ച് നേരം പിടിക്കും മൂക്കാനായിട്ട്. ഇങ്ങനെ ശർക്കരപ്പേരിയുടെ കായ വറക്കുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളൊക്കെ പിടിക്കും ഇത് മൂത്ത് കിട്ടാനായിട്ട്. നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് കനം കൂട്ടിയിട്ടാണ് നമ്മളിവിടെ നുറുക്കിയാക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം പിടിക്കും. അപ്പൊ നമ്മളിപ്പോ ഇത് എടുക്കാണ്.
ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പേപ്പറിലെങ്ങാനും വിരിച്ചിടാം. നമ്മൾ വറുത്ത് വെച്ച ശർക്കരപ്പേരിക്കുള്ള കായാണിത്. ഇപ്പൊ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പേപ്പറിലൊക്കെ വിരിച്ച് ചൂടൊക്കെ ആറിയതിനു ശേഷം എടുത്തു വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാവ് റെഡിയാക്കാം. 1 കിലോ കായാണ് നമ്മൾ ശർക്കരപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കണത്. അതിന് നമ്മൾ 1/2 കിലോ ശർക്കരയാണ് ഇവിടെ എടുക്കുന്നത്. 1 കിലോ ശർക്കര പാവ് കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം, വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുക്കുന്നത്. 1/2 കിലോ ശർക്കര നമ്മൾ ഈ വെള്ളത്തേക്ക് ഇടാണ്. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് അടി പിടിക്കാണ്ടിരിക്കാനും ഒരു നല്ലൊരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നന്നായിട്ട് 1 സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ശർക്കരപ്പാവ് ഏകദേശം മുറുകി വരുന്നുണ്ട്. നമ്മുടെ ശർക്കരപ്പാവിന്റെ ഒരു പരുവം എന്ന് പറഞ്ഞ ഒരു നൂല് പരുവത്തിൽ വരും. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടും, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ ഒരു നൂല് പാകത്തിന് വരും. അതാണ് അതിന്റെ ഒരു പരുവം. നൂല് ഇപ്പൊ വരുന്നുണ്ട്, നൂല് പരുവം. അപ്പൊ ഇത് ഏകദേശം ഇത് പാവ് മുറുകി വരുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു ലക്ഷണം, പാവ് മുറുകി എന്നുള്ളതിന്റെ ഒരു അടയാളം. ഏതാദ്യം ഇടേണ്ടത്? കായ. പാവ് മുറുകി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ കായാണ് അതിലേക്ക് ചേർക്കണത്. 1 കിലോ കായുണ്ട്. വറുത്ത് നന്നായിട്ട് ചൂടാറിയ കായയാണ് നമ്മൾ ആദ്യം ശർക്കരപ്പാവിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുക്കും ജീരകവും പൊടിച്ചതാണ്. നന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ ചുക്കുമാണ്. ഇത് നന്നായിട്ട് വളരെ നൈസായിട്ട് പൊടിച്ചതാണ് മിക്സിയുടെ ജാറിൽ. നമ്മളിനി ചുക്കുപൊടിയാണ് ആദ്യം ചേർത്തത്. അതിന്റെ കൂടെ തന്നെ ജീരകത്തിന്റെ പൊടി 2-3 സ്പൂൺ വീതം. ഓക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നത്? ഒരു ടേസ്റ്റിന് വേണ്ടി തന്നെയാണ് പഞ്ചസാരയാണ് ചേർക്കണേന്ന് പറഞ്ഞത്. ഇപ്പോ നല്ലൊരു ഗന്ധാണ് വരണത് മൂക്കൊക്കെ ഇങ്ങനെ തുളച്ച് കയറണ നല്ലൊരു വാസന. അതായത് ശർക്കരപ്പാവും അതുപോലെ തന്നെ ചുക്കിന്റെയും ജീരകപ്പൊടിയുടെ ഒക്കെ ചേർന്ന് നല്ലൊരു മണാണ് വരണത്. ശർക്കരപ്പൊടിയുടെ ആ വാസന തന്നെയാണ് വരണത്. കടയിലൊക്കെ നമ്മൾ സാധാരണ വാങ്ങണത് മിക്കവാറും പേര് ശർക്കര പാവ് കാച്ചിട്ട് അതിലേക്ക് കായിട്ടെടുക്കാണ് പതിവ്. അപ്പൊ നമുക്ക് ഈ ഒരു ശർക്കരപ്പേരിയുടെ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ശർക്കരപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുറച്ച് ശർക്കര പാവ് കാച്ചിയതിന് ശേഷം അതിലേക്ക് കായ ചേർത്ത് അതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും അതുപോലെ ഇതുപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇങ്ങനെ ഇളക്കി ശർക്കരപ്പേരി ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വ്യത്യസ്തമാണ്, എത്ര സ്വാദിലൊക്കെ എത്ര മാറ്റമുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതും വീട്ടിലുണ്ടാക്കുന്നതുമായിട്ടുള്ള ശർക്കരപ്പേരി എന്നുള്ളത്. കുറച്ചൊന്ന് പാവ് മുറുകി തുടങ്ങി. ഇപ്പൊ നന്നായിട്ട് ഇളക്കണം. അതാണ് ഇപ്പൊ അമ്മ പറയണത്, പാവ് മുറുകിയിട്ടുണ്ട്, ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ കുറച്ചു നേരം ഒരു 1/4 മണിക്കൂർ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അരമണിക്കൂറോളം വേണമല്ലോ കായ വറുത്തെടുക്കാനായിട്ട്. കായ വറുത്തെടുക്കാൻ ഒരു 1/2 മണിക്കൂറോളം വേണം. അതുപോലെ ഒരു 1/2 മണിക്കൂറോളം ഇങ്ങനത്തെ ഒരു പ്രോസസ്സും ഉണ്ടാവും. 1 കിലോ ശർക്കരപ്പേരിയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് 1 മണിക്കൂർ ഒന്ന് കഷ്ടപ്പെടാൻ പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാവ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പാവട്ടെ കുറേ നേരമായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ക്യാമറ പിടിച്ചേക്കണ കാരണം സഹായിക്കാനും പറ്റുന്നില്ല. കൈ കഴിക്കണ്ടോ? ഇളക്കണത് കൈമാറിയിട്ടുണ്ട്. ഇപ്പൊ അച്ഛനെത്തി ഇളക്കാനായിട്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് പൊടി വന്നു തുടങ്ങി. നമ്മുടെ ശർക്കരപ്പേരി പാകമായി വരികയാണ്. ശർക്കരയൊക്കെ നന്നായിട്ട് കായയിൽ പിടിച്ചു.
നമ്മൾ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ ഒരു അളവിൽ കൂടുതൽ ശർക്കര ചേർത്താലും അല്ലെങ്കിൽ ചുക്കും ജീരകത്തിന്റെ ഒക്കെ പൊടി ചേർത്താലും ആവശ്യമുള്ള ശർക്കരയും ജീരകവും അതുപോലെ തന്നെ ചുക്കുപൊടിയും മാത്രമേ ഇതിൽ പിടിക്കുള്ളൂ. ബാക്കിയുള്ള പൊടി ഇതുപോലെ അടിയിൽ കിടക്കും. ഈ പൊടി നമ്മൾ പുളിയിഞ്ചിയിൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണെന്നാണ് ഇപ്പൊ അമ്മ പറയുന്നത്. ഇതൊരു ടിപ്പാണ്. നമുക്ക് ഈ പൊടി വേണമെന്നുണ്ടെങ്കിൽ പുളിയിഞ്ചിയിൽ ചേർക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാണ്ടത്, ഈ പൊടി നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചുക്കിന്റെ ചെറിയൊരു എരിവും ജീരകത്തിന്റെ ടേസ്റ്റും ശർക്കരയുടെ മധുരവും ഒക്കെ ചേർന്നതായിരിക്കും പൊടി. അതുപോലെ നെയ്യിന്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്. അതുപോലെ ചുമയൊക്കെ ഉള്ള സമയത്ത് കഴിക്കുമ്പോഴും തൊണ്ടയ്ക്ക് നല്ലൊരു സുഖമായിരിക്കും. നമ്മൾ കായ 4 കീറി നുറുക്കാൻ പോവാണ്. സാധാരണ നമ്മുടെ സദ്യകളിലൊക്കെ കായ 4 കീറി നുറുക്കിയതാണ് ഊണിനൊപ്പം വിളമ്പാറുള്ളത്. അപ്പൊ നമ്മളും ഇവിടെ 4 കീറിയാണ് വറക്കുന്നത്. അപ്പൊ ഈ ഓണസദ്യക്ക് നിങ്ങളും ഒന്ന് 4 കീറി വറുത്ത് നോക്കാം. ഈ 4 കീറി വറക്കണ കായ്ക്ക് നമ്മൾ വട്ടത്തിൽ വറക്കണേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ വെളിച്ചെണ്ണ കുടിക്കുന്നത് കുറവാണ്. രണ്ടാമത്തെ കാര്യം നല്ല കരികരിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് കൂടുതൽ ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ 4 കീറി വറുത്ത് നോക്കിയിട്ടില്ല, വട്ടത്തിൽ മാത്രമേ വറക്കാറുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു തവണ ഇങ്ങനെ 4 കീറി വറുത്ത് നോക്കുക. പിന്നെ 4 കീറി വറക്കാനായിട്ട് നമ്മൾ കായ നുറുക്കുമ്പോൾ വട്ടത്തില് കായ നുറുക്കണേക്കാളും കുറച്ചും കൂടി കനം കൂടിയിട്ടാണ് നുറുക്കുക. ശർക്കരപ്പേരിക്ക് നുറുക്കണ പോലെയല്ല, എന്നാൽ വട്ടത്തിൽ നുറുക്കണേക്കാളും കുറച്ചും കൂടി കനാവാം, വിരോധമില്ല. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് നുറുക്കാം. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് 4 കീറിയിട്ട് നുറുക്കാൻ പറ്റും. നമ്മൾ 4 കീറി ഇത് വറക്കാൻ പോവാണ്. ശർക്കരപ്പീയുടെ കായ വറക്കുമ്പോൾ നമ്മൾ ഉപ്പൊന്നും തളിക്കാണ്ടാണ് വറുത്താക്കുന്നത്. നാല് കീറിയതാണ്. ഇത് നമുക്ക് മൂക്കാനായിട്ട് ഇത്ര സമയമൊന്നും ആവശ്യം വരില്ല. ഒന്നാമത് വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് കുറച്ചുകൂടി കനം കുറഞ്ഞിട്ടാണ് നമ്മൾ നുറുക്കിയാക്കണത്. നമ്മൾ എപ്പോഴും ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളം തെളിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുമ്പോ നമ്മൾ ഇതിക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളം തളിച്ചു കൊടുക്കാണ് പതിവ്. അങ്ങനെ നമ്മൾ ശർക്കരപ്പേരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്ത വെള്ളം തളിക്കാറില്ല. ഇവിടെ നമുക്ക് 1 കിലോ കായ ഒരുമിച്ച് ഒറ്റ കുഴിയായിട്ട് തന്നെ ഇടാൻ പറ്റി. നമ്മൾ വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കണം, അതാണ് അതിന്റെ ഒരു കണക്ക്. പിന്നെ ആദ്യം തന്നെ നമ്മൾ കുത്തിയിളക്കില്ല, ഒന്ന് മൂത്തതിന് ശേഷമാണ് നമ്മളിത് കുത്തിയിളക്കുള്ളൂ. മൂക്കണേക്കാൾ മുമ്പ് നമ്മൾ കുത്തിയിളക്കുകയാണെങ്കിൽ കായൊക്കെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ മൂക്കണേക്ക് മുമ്പ് ഇളക്കാത്തത്. കായ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇളക്കി തുടങ്ങാവുന്നതാണ്. കായ ഇട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം കായ മൂത്തിട്ടുണ്ടാവും. നമ്മുടെ ഉപ്പേരി കണ്ടില്ലേ, മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ശബ്ദമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഉപ്പേരി ഏകദേശം മുറുകി തുടങ്ങി എന്നുള്ളത്. മഞ്ഞപ്പൊടി വെള്ളം ഒഴിക്കാറായോ അതോ താമസമുണ്ടോ ഇനി? പത നിന്ന് തുടങ്ങിയെന്നാണ് പറയണത്. അപ്പൊ അത് മൂപ്പായി എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് പത നിന്ന് തുടങ്ങുന്നത്. അപ്പൊ അമ്മ പറയണത് നമുക്ക് ഇപ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ഇവിടെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ആ വെള്ളം ഒഴിക്കാന്ന്. ഇത് എത്ര സ്പൂണ് ഉപ്പ് മഞ്ഞപ്പൊടിയാണ് വെള്ളം കലക്കിയേക്കണത്? ഇതിപ്പോ 1 സ്പൂൺ മഞ്ഞപ്പൊടി ഉണ്ട്, കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ട്. ഉപ്പ് 1 സ്പൂൺ തന്നെ. 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തതാണ്. നമ്മള് 2 സ്പൂൺ ഒഴിക്കിയപ്പോ എത്ര സ്പൂൺ ഒഴിക്കും? 2 സ്പൂണാണ് ഒഴിക്കുക. അപ്പൊ നമ്മള് ആദ്യം ഒഴിക്കുമ്പോ ഒഴിക്കണതിന് പിന്നെ വറുത്ത് കൂടുതൽ ആ കുഴിയിൽ തന്നെ വറുക്കുകയാണെങ്കിൽ പിന്നെ ഒഴിക്കണതിന്
ഉപ്പിന്റെ ഇത് ഓരോ സ്പൂൺ അങ്ങനെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പൊ എന്താ പറയണ വെച്ചാല് നമ്മൾ ഈ ഉപ്പുവെള്ളം അങ്ങനെ തന്നെ മുഴുവനല്ല ഒഴിക്കണത്. ഇപ്പൊ നമ്മൾ 2 സ്പൂണ്, അതായത് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ നിന്ന് നമ്മൾ 2 സ്പൂൺ ആണ് ഇതിലേക്ക് ചേർക്കണത്. ഇനിയും ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പേരി വറക്കുകയാണെങ്കിൽ അടുത്ത തവണ നമ്മൾ വറക്കുന്ന സമയത്ത് ഉപ്പുവെള്ളം ഒഴിക്കണത് അളവ് കുറച്ച് കൊണ്ടുവരാം, ഓരോ തവണ ഒഴിക്കണത്. കാരണം ഇനി ഈ വെളിച്ചെണ്ണയ്ക്ക് ചെറിയൊരു ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത കുഴി വറക്കുമ്പോൾ നമ്മൾ ഇത്രയും 2 സ്പൂൺ തന്നെ ഉപ്പുവെള്ളം ഒഴിക്കണ്ട, കുറച്ചുകൂടി കുറവ് ഒഴിച്ചാൽ മതി. എല്ലാ ഉപ്പേരിയും കൂടെ കൂട്ടുമ്പോൾ ഉപ്പ് ഒരുപോലെയാവും. അതിനുശേഷം നമ്മൾ ഈ വറുത്ത എല്ലാ ഉപ്പേരിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഉപ്പ് ഒരുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇനി വല്ലാണ്ട് താമസമില്ല. ഇപ്പൊ നമ്മൾ ഈ ഉപ്പുവെള്ളം തിളച്ച വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കുമ്പോൾ ഒരു പൊട്ടലുണ്ടല്ലോ, ആ പൊട്ടൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കാരണം പൊട്ടൽ നിന്നതിന് ശേഷം നമ്മൾ കോരാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ നമ്മുടെ ഉപ്പേരി തണുത്തു പോകും. ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ ഗ്യാസിന്റെ ഫ്ലോർ താഴ്ത്തിക്കൊണ്ട് വേണം വെളിച്ചെണ്ണ. നമ്മൾ ഫ്ലെയിം താത്തിയിട്ട് വേണം, അതായത് ഗ്യാസിന്റെ ഫ്ലെയിം അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ തീ നന്നായിട്ട് താഴ്ത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ വെളിച്ചെണ്ണ ചിലപ്പോൾ പെട്ടെന്ന് പൊന്തും, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊള്ളലൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്, മേത്തേക്ക് തെറിക്കാനൊക്കെ. അപ്പൊ എപ്പോഴും ഫ്ലെയിം താഴ്ത്തി വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പുവെള്ളം ഒഴിക്കുക. ഇപ്പൊ ഇത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്, അമ്മ ഇവിടെ കോരാണ് ഉപ്പേരി. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല കറുകറും എന്നുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. സൂപ്പർ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമുട്ടില്ല താനും. ആദികൾ വ്യാധികൾ ഒന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ദുഷ്ടരെ കൺകൊണ്ട് കാണാനില്ല, നല്ലവരെല്ലാം